ഹായ് ഓൾ. ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്കൊരു തോന്നൽ വരൂലേ, ഒരു സുഖമില്ലല്ലോ, ഇന്നിപ്പോൾ ഒന്നും എടുക്കാൻ തോന്നണില്ലല്ലോ എന്നൊക്കെ. പക്ഷേ നമ്മൾ അമ്മമാർക്കുണ്ടല്ലോ ആ തോന്നലിന് അധിക നേരം ആയുസില്ല. കാരണം നമ്മളെ കാത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. രാവിലെ കിച്ചണിൽ കയറിയാൽ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ലഞ്ച്, കുട്ടികളുടെ കാര്യങ്ങൾ, വീട്ടിലെ നമ്മുടെ ചെറിയ ചെറിയ ജോലികൾ, അങ്ങനെ ഓരോ ദിവസവും ഓരോ റുട്ടീനായിക്കാരും. അതായത് ഈ സെയിം റുട്ടീൻ തന്നെ ആവുമ്പോൾ ചിലപ്പോൾ നമുക്കും മടുക്കും, ബോറടി കാരണം ചിലത് ഇന്ന് ചെയ്യാനാവില്ല എന്ന് കരുതിയിട്ട് നമ്മൾ മാറ്റി വെക്കും. പക്ഷേ ഈ മാറ്റി വെക്കണ ജോലി നാളെ നമ്മളെ കാത്ത് അവിടെ തന്നെ ഉണ്ടാകും, അത് ഒടുക്കും പോവില്ല. ഇനി എൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം ഇപ്പോൾ പഠിച്ചു കേട്ടോ. അതായത് നമ്മളെ മൈൻഡ് പറയണത് നമ്മൾ എല്ലാം അങ്ങോട്ട് കേൾക്കണം എന്നൊന്നുമില്ല. നമ്മളെ മനസ്സ് പലപ്പോഴും നമുക്ക് എളുപ്പവഴി ഏക്കാരം തിരഞ്ഞെടുത്ത് തരാം. ശരിയല്ലേ? നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടാണ്, അല്ലാതെ നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകൊണ്ടല്ല. നമ്മളൊക്കെ സൂപ്പർ വുമൺ ആണെടോ. ആകെയുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ് പ്രോബ്ലമാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുഷ്പം പോലെ ചെയ്തു തീർക്കും. നമ്മളത്ര മിടുക്കരായിട്ട് വേറെ ആരും ഉണ്ടാവില്ല. സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരുടെ ലൈഫൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, ഓൽക്കൊക്കെ എത്ര എളുപ്പമല്ലേ, എത്ര പെട്ടെന്നാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണേന്നൊക്കെ. റിയൽ ലൈഫിൽ എല്ലാവർക്കും മടിയുണ്ട്, ക്ഷീണമുണ്ട്, ഒന്നും ചെയ്യാൻ തോന്നാത്ത ദിവസങ്ങളുണ്ട്. ഒരേ ഒരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലർ ആ മടിയെ ജീവിക്കും, അതായത് അതിജീവിക്കുക എന്ന് പറയില്ലേ, ഓവർകം ചെയ്യും. ചിലരാണെങ്കിലോ അതിന് മുൻപിൽ തോറ്റു പോവുകയും ചെയ്യും. ഞാനും എല്ലാ ഡേയ്സും പെർഫെക്റ്റ് അല്ല, ഈ പറഞ്ഞ മടി എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക, പെർഫെക്ഷൻ ഒന്നും വേണ്ട. അതായത് ഇങ്ങനെ ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ഒരു നിർബന്ധവും കൊടുക്കണ്ട. നമുക്ക് കഴിയണ പോലെ നമ്മൾ ചെയ്യാം. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കേ, ചെറിയ ചെറിയ ജോലികളാണ് നമ്മൾ ചെയ്യണത്. പക്ഷേ നമ്മുടെ വീടിനെ അതിസുന്ദരമാക്കാൻ ഇത് തന്നെ ധാരാളമാണ്. നേരം വെളുത്ത് അന്ത്യാവോളം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊന്നും ഒരിക്കലും ഒരു നിസ്സാര കാര്യമല്ല. ആക്ച്വലി ഇതിനൊന്നും ശമ്പളമില്ല, അവധിയില്ല, ഫിക്സ്ഡ് ടൈമും ഇല്ല. എങ്കിലും നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവൂലേ, അപ്പോൾ നമ്മളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുക. സൂപ്പർ വുമൺ എന്നും പറഞ്ഞിട്ട് ഇത് നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നമുക്ക് കുറേ ദിവസമായിട്ട് ചെയ്യണം എന്ന് കരുതിയിട്ട് മാറ്റി വെച്ച ഒരു ജോലി ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലെ ഫ്രിഡ്ജ് തന്നെ എപ്പോഴും കഴുകണം എന്ന് വിചാരിക്കും. ഈ വിചാരിക്കൽ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഓരോ ദിവസം ഈ ഫ്രിഡ്ജ് ഇങ്ങനെ തുറക്കുമ്പോൾ ഞാൻ വിചാരിക്കും, രാവിലെ ആവട്ടെ, അല്ലെങ്കിൽ വൈകുന്നേരം ആവട്ടെ, അല്ലെങ്കിൽ നാളെ ആവട്ടെ എന്ന്. നാളെ നീളെ എന്നും പറഞ്ഞ് മടി കാരണം നീണ്ടു പോയി. പക്ഷേ ഇന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി മാറ്റി വെക്കൂല. നമ്മൾ ചെയ്യാതെ മാറ്റി വെച്ചത് നമ്മളിക്കകത്ത് അവിടെ തന്നെ കിടക്കുമല്ലോ. അതായത് പുറത്തുനിന്ന് ഒരാളും വന്നിട്ട് അത് ചെയ്തു തരൂല. പിന്നെ ഇരട്ടി പണിയായിട്ട് കുറേ ടൈം എടുക്കും ഇതൊക്കെ ഒന്ന് നന്നാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ. ഇന്നിപ്പോൾ ഞാൻ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല കേട്ടോ, നേരെ അങ്ങോട്ട് തുടങ്ങി. രാവിലെ അങ്ങനെ കാര്യമായിട്ട് ഒരുപാട് ഫുഡൊന്നും ഉണ്ടാക്കി വെച്ചില്ല. ഇങ്ങനെ എക്സ്ട്രാ പണിയുള്ള ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് വേണമല്ലോ. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്ത് തീർക്കണ്ടേ. ഫുഡ് ഉണ്ടാക്കലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഐബുട്ടനും ഫുഡ് കൊടുത്തിട്ട് ഓനങ്ങോട്ട് ഉറക്കിയതിന് ശേഷം നമ്മൾ നേരെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാൻ നിന്ന്. പരസ്യത്തിലെ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യും പോലെ എൻ്റെ ഫ്രിഡ്ജിന് ആരും കണക്കാക്കണ്ട കേട്ടോ. എൻ്റെ ഫ്രിഡ്ജ് എന്നല്ല, നമ്മൾ പൊതുവേ സാധാരണക്കാരുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളത്തെ അവസ്ഥ ഇതൊക്കെ തന്നെ കാരണം നമ്മൾ എക്സ്ട്രാ ഒന്നും കൊടുന്നേക്കൂല. ബാക്കി വന്നിട്ടുള്ള ചോറ്, അതേപോലെ തന്നെ നമ്മുടെ കറികളൊക്കെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത്, പിന്നെ നമ്മുടെ അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ നമ്മളെ ഫ്രിഡ്ജിലോട്ടോ. ഫ്രിഡ്ജിൻ്റെ ഉള്ളും പുറമൊക്കെ മൊത്തത്തിൽ കുളിപ്പിച്ച് കുട്ടപ്പനാക്കാനാണ് നമ്മുടെ പ്ലാൻ. സോ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സകലമാന സംഭവങ്ങളും നമ്മൾ എടുത്ത് പുറത്തേക്ക് ആക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഒക്കെ അൽഹംദുലില്ലാ അത്യാവശ്യം ഇപ്പം നല്ല രീതിയിൽ ഓടുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിലും കൂടുതൽ വ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വാച്ച് അവർ ആയാലും ശരി, അതേപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് ആയാലും ശരി, അതിലൊക്കെ അല്പം മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ തുടർന്നും അതൊക്കെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളി. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ചെയ്തോളൂ. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി എന്നെ അത് അറിയിക്കുക കേട്ടോ. എനിവേ നമ്മുടെ ഫ്രിഡ്ജിലോട്ട് വരാം. അതിൻ്റെ ഉള്ളത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ അങ്ങനെ അയച്ചു മാറ്റി. ഒരു ഷീറ്റ് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് സംഭവം സെറ്റാണ് കേട്ടോ. അതുണ്ടായതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഇതിപ്പോൾ കറിയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിന്തേ, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ആ ഷീറ്റിലാവും ആവുക. ഡയറക്റ്റ് നമ്മുടെ ആ ഗ്ലാസ്സുമ്മലൊന്നും ആവില്ല. അതുകൊണ്ട് അതിന് അങ്ങനെ പ്രത്യേകിച്ച് അഴുക്കൊന്നും പിടിക്കില്ല.
സോ ആ ഒരു ഷീറ്റ് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം. അത് മീഷോ ആണോ ഫ്ലിപ്കാർട്ടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഫ്ലിപ്കാർട്ടാണെങ്കിൽ മാത്രമേ ഇതിൽ ടാഗ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ടാഗ് ചെയ്യാം കേട്ടോ. നിങ്ങൾ വാങ്ങിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് നോക്കി, സംഭവം സെറ്റാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫുള്ള് നമ്മൾ സെറ്റാക്കി നല്ലോണം ക്ലീൻ ആക്കി കേട്ടോ. 1, 2, 3 പ്രാവശ്യമൊക്കെ വെള്ളത്തിൻ്റെ കളറ് മാറോളം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇനി ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അതിന് നമ്മൾ ഈ ഒരു എന്താ പറയുക, പ്ലാസ്റ്റിക് കവറാണ് ഞാൻ എടുക്കൽ. വേറെ സ്ക്രബ്ബറൊന്നും എടുക്കലില്ല. അതൊക്കെ നമ്മുടെ ഗ്ലാസ്മേൽ ഇങ്ങനെ കിടന്ന് ഉരഞ്ഞ് വേറൊരു കോലത്തിലാകും. സോ ഡാമേജ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. കഴുകാനും തന്നെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ലിക്വിഡ് കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ല. നമ്മുടെ സാധാ വിം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മളിത് ക്ലീൻ ആക്കുന്നത്. ഇനി ഫൈരി ഉണ്ടല്ലോ, നമ്മൾ പാത്രം കഴുകാൻ എന്താണോ എടുക്കുന്നത് അത് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ വേറെ കുറേ ലിക്വിഡുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. ഫൈനലി നമ്മളതെല്ലാം കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർന്ന് പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ അതെല്ലാം കൂടെ ഉള്ളിലെടുത്തിട്ട് ഫിക്സ് ചെയ്ത് പിന്നെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ വെജിറ്റബിൾസും അല്ലാത്തതും. വെജിറ്റബിൾസ് അറിയുമ്പോൾ അങ്ങനെ ഒരുപാടൊന്നുമില്ല, എന്നാലും നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു കുഞ്ഞു ബോക്സിലാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഈ ബോക്സും തന്നെ ഭയങ്കര യൂസ്ഫുള്ളാണ്. മൊത്തം 6 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടപ്പ് വരാത്തതും ആ ഒരു മോഡലിലുള്ളതുണ്ട്. എനിക്ക് തോന്നുന്നു അതേ കാര്യം കുറച്ചും കൂടെ നല്ലത് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളിയൊക്കെ തന്നെ ശരിക്കും അടക്കാൻ പറ്റണില്ലായിരുന്നു നമുക്ക് അതിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അടപ്പ് വരാത്ത മോഡലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം. കറിവേപ്പില പിന്നെ അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം ഇല മാത്രമായിട്ട് നമ്മളൊരു ബോക്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മല്ലിയില ഉണ്ടല്ലോ, അതും നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് കുഞ്ഞു പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കൽ. പിന്നെ നമുക്കിങ്ങനെ ആവശ്യത്തിന് എടുത്തിട്ട് യൂസ് ചെയ്യാമല്ലോ, കഴുകി യൂസ് ചെയ്താൽ മതി. അങ്ങനെ അതും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഫില്ല് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞത്, നമുക്കൊക്കെ സ്റ്റാർട്ടിങ് പ്രോബ്ലമാണ്, വേറെ വിഷയമൊന്നുമില്ല. ഒരു 2 മിനിറ്റ് തുടങ്ങാനുള്ള ഒരു 2 മിനിറ്റ് ദൈർഘ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തോളും. ഒരു ഫ്രിഡ്ജാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിങ്ങനെ നീറ്റായി കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരു സ്വയം ആത്മാഭിമാനം തോന്നുക എന്നൊക്കെ പറയില്ലേ, അതെന്തായാലും വരും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഭയങ്കര സന്തോഷമായി. കാരണം ഇതൊക്കെ ഇങ്ങനെ നീറ്റായി കാണുമ്പോൾ നമുക്ക് നമ്മുടെ ജോലി തീർന്നതിൻ്റെ സന്തോഷം, വീട് തന്നെ ഒരു വൃത്തിയായ ഒരു പ്രതീതിയേക്കാരം, സ്വയം ജയിച്ച സന്തോഷം, അങ്ങനെ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിക്കാരെ. എന്തായാലും ഞാൻ പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, ഷുവറാണ്. നമുക്ക് എന്ത് ജോലിയാണെങ്കിലും ഒരു അകം അടിച്ചു വാരിയിട്ട് തുടക്കലാണെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ട് നമുക്കതിങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. സോ ഈ വീഡിയോ കാണുന്ന നിങ്ങളോടും ഒരു ചെറിയ ചാലഞ്ച്, നാളെ ആവട്ടെ എന്നും പറഞ്ഞ് മാറ്റി വെച്ച എന്തെങ്കിലും ജോലി നിങ്ങളെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ വേഗം ചെയ്തോളി. അതിനിപ്പോൾ അലമാരയിലുള്ള ഡ്രസ്സ് മടക്കലോ ഒതുക്കലോ ആവട്ടെ, എന്തോ ആയിക്കോട്ടെ, എന്താണെങ്കിൽ പോലും അതൊക്കെ ചെയ്തോളൂ. മടി മാറാനൊന്നും ഇന്നേ വരെ ആരും ഒരു മരുന്നും കണ്ടെത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ തോന്നലാണ്. ഒരിക്കലും നമ്മുടെ മനസ്സിൻ്റെ തോന്നൽ കൊണ്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ പോകരുത്. നമ്മുടെയൊക്കെ എല്ലാ ജോലികളിലും പഠിച്ചവന് അനുഗ്രഹവും സന്തോഷവും സമാധാനവും ഒക്കെ നൽകട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.